നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ സ്നേഹിതനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ രക്ഷയായി, സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അധികാരമുള്ളവനായി ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇത് കവിയുന്ന നിൻ്റെ കൃപ മതി കർത്താവേ. ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ ബലഹീനതകൾ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഭയം, ഞങ്ങളുടെ ലജ്ജ. കർത്താവേ, നീ ഇതെല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്നത്. ഇന്ന് നീ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ഞങ്ങളുടെ സ്നേഹിതനായി ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. കൂട്ടിവരുത്തിയ ജനത്തിനായ സ്തോത്രം. ഇനി കർത്താവ് യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തിനായ സ്തോത്രം ചെയ്യുന്നു. ഈ പരിസരത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെ, അവരുടെ തലമുറകളെ നീ പരമേൽപ്പിച്ചിരിക്കുന്ന വസ്തുവകൾ നിന്റെ പ്രാശ്ചിത്യമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിനെ കരയറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ഒരു കൂടി വരവ് നമുക്ക് നൽകി. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ മധ്യത്തിൽ ഞാനും ഉണ്ടാകും എന്ന വാഗ്ദത്ത പ്രകാരം സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവൻ എന്ന് വെളിപ്പെടുത്തിയിട്ട് ആ കേട്ട ശബ്ദം എന്തെന്ന് നോക്കുക. യോഹന്നാൻ തിരിഞ്ഞപ്പോഴാണ് മഹത്വപൂർണനായ ക്രിസ്തുവിൻ്റെ റെവലേഷൻ കാണുന്നത്, വെളിപ്പാട് കാണുന്നത്. നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലോട്. ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ എഴുതിയതാണ്. എന്താണ് നിലയങ്കി ധരിച്ചവനായി? എന്താണ് മാറത്ത് പൊൻകച്ച കെട്ടുക? ന്യായം വിധിപ്പാൻ. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അത് സഭയെയാണ് പറയുന്നത്. ശരീരത്തിൻ്റെ വിവരണങ്ങളൊക്കെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ ശരീരം അതുപോലെ ആയിത്തീരണം, നിലയങ്കി ധരിച്ചവരായി തീരണം. അതായത് തല തുടങ്ങി പാദം വരേക്കും നിലയങ്കി, അതായത് യാതൊരുവിധ നേക്കിഡ്നെസ്സുമില്ല, സിൻ ഇല്ല എന്നർത്ഥം. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടൊരു സദൃശ്യം എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ തീച്ചൂളി കൂടെ കടന്നുപോയിട്ട് അതുപോലെയുള്ള കാലുകൾ. അതാണ് നമുക്ക് ദുഷ്ടനെ ജയിക്കാൻ വേണ്ടത്, ദുഷ്ടൻ്റെ കിങ്ഡത്തെ ജയിക്കാൻ ആവശ്യപ്പെടും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു ആക്ഷൻ ഓഫ് ഫെയ്ത്തിൽ കിട്ടുന്നതല്ല. ഓരോരോ ട്രയൽസ് കൂടെ കടന്നുപോയി അവിടെ എല്ലാം ക്രിസ്തുവിനെ മാത്രം തേടി, ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ ഗ്ലോറി അല്ലെങ്കിൽ അവൻ്റെ പുനരുദ്ധാന ശക്തി നമ്മളിൽ പകരും. അതാണ് നമ്മൾ പഠിച്ചത്. ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരിക എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സഹിക്കാവുന്ന വിധത്തിൽ. സ്തോത്രം. എനിക്ക് നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ, ഒരുക്കട്ടെ. അതിനാണ് നമ്മൾ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ചർച്ച് അല്ലെങ്കിൽ ബോഡി എന്നുള്ള ഈ ഒരു ക്ലാസ് എഫെസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെ ആസ്പദമാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യ ദിവസങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. കൊളോസ്യ ലേഖനത്തിലാണ് ഹെഡിനെക്കുറിച്ചുള്ള, തലയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളുള്ളത്. ബോഡിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എഫെസ്യ ലേഖനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 ലേഖനങ്ങളെയും ആസ്പദമാക്കി ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെറിയ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. അതായത് ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വഴിയായിരിക്കുമ്പോൾ ചിലർക്ക് അത് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള, അത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം സൗരഭ്യവാസന തന്നെയാണ്. പൗലോസ് അത് അനുഭവിച്ചിട്ട് പറയുകയാണ്. പക്ഷെ ഞങ്ങളത് ജീവിതത്തിൽ അനുഭവിക്കുകയും ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ചിലർക്കത് ദുർഗന്ധമായിട്ട് തോന്നുന്നതാണ്. ഇതാണ് സുവിശേഷം, ഇങ്ങനെയാണ് സുവിശേഷം, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണോ അവർ ആയിരിക്കുന്ന സൊസൈറ്റികൾ അല്ലെങ്കിൽ അവർക്കുള്ളതായിട്ടുള്ള നോളജ്, ഒരു പക്ഷേ ദൈവവചനത്തിൽ നിന്നോ അവരായിരിക്കുന്ന കൂട്ടായ്മകളിൽ നിന്നോ അവരുടെ പാരമ്പര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നൊക്കെ ലഭിച്ചതായിരിക്കാം. അതിന് ബ്രേക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജയജീവിതം, അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയാണ്. ആ ജയോത്സവം നമുക്ക് വേണ്ടി ചെന്ന് പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവനെ വിളിച്ചതിന് ശേഷം ഉപദ്രവങ്ങളേ ഉള്ളൂ. യേശു ക്രിസ്തുവിന് കിട്ടിയേക്കാളും കൂടുതൽ അടി അവന് കിട്ടിയത്. 5 പ്രാവശ്യം ചാട്ടവാർ കൊണ്ടുള്ള അടി, 3 പ്രാവശ്യം കോൽ കൊണ്ടുള്ള അടി, കപ്പൽ ഛേദങ്ങൾ,
അകത്തും പുറത്തും കപ്പൽ ചതങ്ങൾ, ആപത്തുകൾ, കടലിൽ ആപത്ത്, കരയിൽ ആപത്ത്, എവിടെ ചെന്നാലും അടി ഉപദ്രവമേ ഉള്ളൂ. യേശു ക്രിസ്തു ഉണ്ടായിരിക്കുള്ള ആദ്യമായ കഷ്ടമാണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചു, ഇതാണ് മാർഗം, ഇതാണ് സൗരഭ്യവാസന എന്ന് തോന്നുന്നു. ക്രിസ്തുവിൽ എന്തിനാണ് നമ്മൾ സ്നാനപ്പെട്ടത്? ക്രിസ്തുവിനോട് ചേരുവാൻ. അവിടെ ഇത് സന്തോഷത്തോടെ അനുഭവിച്ചിട്ട് പൗലോസ് പറയുകയാണ്, 3-ാം അധ്യായം ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നത്, ഈ വിധത്തിൽ ക്രിസ്തുവിനെ നേടുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റെല്ലാം എനിക്ക് ചപ്പും ചവറായിട്ട് തോന്നുന്നത്. ആ ക്രിസ്തുവിനെ നേടുമ്പോൾ അനുഭവം ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചാൽ പിന്നെ നമുക്ക് നേടുവാനുള്ള ഉത്സാഹം വർദ്ധിക്കും. അതില്ലാത്തോടത്തോളം നമുക്ക് മടുപ്പായിട്ട് തോന്നും. സമ്മിശ്ര ജാതികൾ ചോദിച്ചതുപോലെ ഞങ്ങൾ ഈ മരുഭൂമിയിൽ വെച്ച് കൊല്ലുവാനാണ്. ചെങ്കടൽക്കരയിൽ ചോദിക്കാൻ തുടങ്ങി. ഈജിപ്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ മരുഭൂമി ഈ ചെങ്കടൽക്കരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നത്? അവിടെ അത്ഭുതം നടത്തി ചെങ്കടലിൽ പിളർന്ന് മുന്നോട്ട് കൊണ്ടുപോയി മാറയിലെത്തിയപ്പോൾ വീണ്ടും തുറപിറുക്കാൻ തുടങ്ങി. ഈജിപ്ത് സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ മാറയിൽ ഈ കഠിനമായ മരുഭൂമി കൊണ്ടുപോകും. അവസാനം കാദേശ് ബർണയിലെത്തിയപ്പോൾ അവർ പറയുകയാണ്, കാദേശ് ബർണയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, വളരെ ഷോർട്ടായിട്ട്. പിന്നെ യോർദാൻ കടക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സീനായിൽ നിന്ന് യാത്ര ചെയ്തിട്ട് അവർ വളരെ ഷോർട്ട് ദിവസങ്ങളിൽ കാദേശ് ബർണയിലെത്തി. കാദേശ് ബർണയിൽ വെച്ചിട്ടാണ് ദൈവം പറഞ്ഞത്, മോശ പറയുകയാണ്, നിങ്ങൾ അമോന്യരുടെ നാടായ കാദേശ്, അമോന്യരുടെ നാടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ അടുത്ത് കിടക്കുന്നതാണല്ലോ ഇസ്രായേൽ. അപ്പോൾ അവർ അവിടെ നിന്ന് പോയിട്ട്, അപ്പോൾ അവരും എന്ന ആലോചന പറയുന്നത്, നമ്മളിൽ നിന്ന് ചിലവരെ ദേശം ഉറ്റുനോക്കാൻ അയക്കുക. ദൈവം അവിടെ പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗമാണ്. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റും, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവർ നിങ്ങളൊക്കെ മേപ്പ് കണ്ട കാദേശ് ബർണയുടെ മേളിൽ ഓർമ്മ, രഹോബോത്ത്, ബേർഷെബ അങ്ങനെ പോയിട്ട് എബ്രോൻ വരേക്ക് ചെന്നവർ. എബ്രോൻ മലയുടെ കുന്നുകളുടെ മേളിൽ അവിടെയാണ് അനാക്യ മല്ലന്മാരെ കണ്ടത്. അവിടെ നിന്നും തിരിച്ചു വന്നിട്ടാണ് പറയുന്നത്, കാര്യം ദൈവം പറഞ്ഞതുപോലെയൊക്കെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്, എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പക്ഷെ അവിടെ പ്രതികൂലമുണ്ട്, നമുക്കത് കീഴടക്കാൻ പറ്റില്ല. യോശുവ മാത്രം പറഞ്ഞു, മിസ്രൈം ദേശം നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ആ ദേശം അവകാശമാക്കും. കാലേബും പറഞ്ഞു. മറ്റുള്ളവരേക്ക് ബലഹീന ജാതികളുടെ, ബലഹീനമായിരിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസം തകർക്കത്തക്കവണ്ണം ഭീരുത്വമായ വാക്കുകൾ പറഞ്ഞു. ദൈവം അതുകൊണ്ട് കോപിച്ചു. നിങ്ങൾ ആ റെഡ് ലൈൻ കണ്ടോ? കാദേശ് ബർണയിൽ നിന്ന് ദൈവം നേരിട്ട് ചെങ്കടലിൻ്റെ കരയ്ക്കിലേക്ക് അവരയച്ചത്. ആ സീൻ മരുഭൂമിയിൽ കിടന്ന് 40 വർഷം അവർ കിടന്ന് കറങ്ങാൻ കാരണമായി തീർന്നു. പിന്നെ കാദേശ് ബർണയിലേക്കല്ല കൊണ്ടുപോയത്, നേരെ കൊണ്ടുപോയത് ജെറിക്കോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. പിന്നെ അവർക്ക് ജോർദാൻ നദി കടക്കേണ്ടി വന്നു. നിങ്ങൾക്കിവിടെ മാപ്പിൽ കാണാൻ സാധിക്കും. ഈ സാൾസിയുടെ മേളിൽ ഇവിടെയാണ് ജോർഡാൻ റിവർ. നിങ്ങൾക്കത് അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പിന്നെയാണ് ജോർദാൻ കടന്നിട്ട് അവർ ജെറിക്കോയിലേക്ക് കടക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യം ചിന്തിക്കാൻ പോകുന്നത്, അതായത് ഈ വിശ്വാസ ജീവിതത്തിൽ ജോർദാൻ കടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിൻ്റെ മരണത്തെയാണ് കാണിക്കുന്നത്. പലരും പ്രസംഗിക്കാറ് നമ്മുടെ ശാരീരികമായ മരണത്തിന് ശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനോ. മരുഭൂമിയിൽ ജോർദാൻ കടക്കുന്നത് വരേക്കും അവർ വാഗ്ദത്ത ദേശത്ത് ചെന്ന് ആദ്യത്തെ വിളവെടുക്കുന്നത് വരേക്കും മന്നയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, സീനായ് മലയുടെ അടിവാരത്ത് നിൽക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ നിന്ന് കൽപ്പനകൾ വാങ്ങാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് അടിവാരത്തിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ താമസിച്ചപ്പോൾ ജനം പിറുപിറുക്കാൻ തുടങ്ങി. നമ്മളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചും മിസ്രൈമിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് മുമ്പായി നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അങ്ങനെയാണ് അഹരോൻ പണിപ്പെട്ടിട്ട് കാളക്കുട്ടി ഉണ്ടാക്കുന്നത്. അന്ന് രാവിലെയും മഞ്ഞ കിട്ടിയായിരുന്നു. ദൈവം അതുകൊണ്ട് മഞ്ഞയൊന്നും മുടക്കിയില്ല. ഇവിടെയൊക്കെ ചില ആത്മീകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളുണ്ട്. ഈ മഞ്ഞ എന്താണ്, മഞ്ഞ ഭക്ഷിക്കുന്ന രീതി എന്താണെന്ന് മിക്കവർക്കും അറിയില്ല. ഈ മഞ്ഞ ഒരു പ്രാവശ്യം ഭക്ഷിച്ചാലേ നിങ്ങൾക്ക് ഈ മഞ്ഞയുടെ ടേസ്റ്റ് അറിയുള്ളൂ.
മന്നെന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ ഭക്ഷിക്കുക, അല്ലെങ്കിൽ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയുക. ഇതാണ് പോൾ ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. അവൻ്റെ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയുക. ഞാനിത് അനേക ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഈ പുനരുദ്ധാന ശക്തി അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു ഗെത്സമനിയുണ്ട്. കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാതെ പുനരുദ്ധാനത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റില്ല. ഇതാണ് ഈ മന്ന ഭക്ഷിക്കുന്നത്. ഈ മന്ന ഭക്ഷിക്കുന്നതിനെ കുറിച്ച് കൊണ്ട് കാത്തലിസം അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകൾ പഠിപ്പിക്കുന്നത്, അവർ അപ്പം എടുത്ത് വാഴ്ത്തുമ്പോൾ, അതായത് ബലിയാണ്, ദിവ്യ ബലി, അതായത് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ, ക്രിസ്തുവിനെ വീണ്ടും ഈ അപ്പത്തിലേക്ക് ആവാഹിച്ചിട്ട് അതിനെ ദിവ്യ ബലിയാക്കാണ്. എൻ്റെ ശരീരം തിന്നാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെ എന്ന് പറഞ്ഞിരിക്കുന്ന, അപ്പോൾ അതിന് ശരീരമാക്കി കൺവെർട്ട് ചെയ്യാത്തക്ക വേണം. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ പറയും, വസ്തു മാറ്റെന്ന് പറയും. മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ വീണ്ടും 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 ക്രൂശിക്കുക. ഒരു ദിവസം തന്നെ ലോകത്തിൽ എത്ര കാത്തലിക് അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചുകളുണ്ടായിരിക്കും? അവിടെ എത്ര പ്രാവശ്യം ബലികൾ നടക്കുന്നുണ്ടായിരിക്കും? ഒരു ദിവസം എത്ര പ്രാവശ്യം യേശുവിനെ ക്രൂശിക്കുന്നുണ്ടായിരിക്കും? ദൈവവചനത്തിൽ വളരെ വ്യക്തമായി എബ്രായർ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കും, ഏകയാഗത്താൽ. ഇതൊന്നും മനസ്സിലാകാതെയാണോ? അത് അവരുടെ കാര്യം ഇരിക്കട്ടെ. ഇനി പെന്തക്കോസ്ത് സഭയിൽ വന്നു കഴിഞ്ഞാൽ പലരും കരുതിയിരിക്കുന്നത് കർത്തൃമേശയാണ്. കർത്തൃമേശയും പാസ് ഓവറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എക്സോഡസ് 12-ാം അധ്യായത്തിലും മത്തായി 26-ാം അധ്യായം, ലൂക്കോസ് 22-ലൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. അത് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണെന്ന്. അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു, നിങ്ങൾക്കായി വേണ്ടി അറക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പാനപാത്രം എടുത്തു പറഞ്ഞു, അനേകരുടെ പാപത്തിന് മോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഈ പഴയ നിയമവും പുതിയ നിയമം എന്താണെന്ന് വ്യക്തമായി ഒരു വിശ്വാസി ഓരോരുത്തരും മനസ്സിലാക്കണം. പഴയ നിയമം വിളിക്കപ്പെട്ട, പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിരിക്കും, ഒരു നേഷനായിരിക്കുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിലും അതിനുശേഷം നമ്മൾ യോർദാൻ കടന്നതിന് ശേഷം അവർ ഒരു പ്രാവശ്യം കൂടി അതിനെ പുതുക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഏബാൽ പർവ്വതത്തിൽ അവർ വീണ്ടും യാഗപീഠം പണിത് അതിന് കുമ്മായം തേച്ച് മോശം ന്യായപ്രമാണങ്ങളെല്ലാം അതുമ്പോൾ വീണ്ടും എഴുതണം. അവിടെ ശാപത്തിന് വേണ്ടി ഒരു കൂട്ടരും അനുഗ്രഹിപ്പാൻ ഒരു കൂട്ടരും, ഇങ്ങനെ രണ്ടിടത്തായിട്ട് അവർ നിയമം സ്ഥാപിക്കുന്നത്. അത് ഇസ്രായേലുമായിട്ടുള്ള കവനൻ്റാണ്. ആ കവനന്റിന്റെ ക്രീം എന്താ? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. സ്തോത്രം. ഇല്ലെങ്കിൽ മരിക്കും. പ്രവൃത്തിയിൽ കൂടെയുള്ള നീതീകരണം ശരിക്കും മനസ്സിലാക്കുക. എന്നാൽ പുതിയ നിയമം എന്താ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പാനപാത്രം എടുത്ത് വാഴ്ത്തിട്ട് എന്താ പറയുന്നത്? അനേകരുടെ പാപങ്ങളും മോചനത്തിന് ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. പുതിയ നിയമം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്, ഒരു കവനന്റ് ആണ്. ഞാൻ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമം ആസ് എ നേഷൻ, ഇസ്രായേൽ എന്ന നേഷനും ദൈവമായിട്ടുള്ള യാഹ്വേ മോശയ്ക്ക് മുൾപ്പടത്തിൽ പ്രത്യക്ഷപ്പെട്ട്, സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട യാഹ്വേ അവനുമായിട്ടൊരു ഉടമ്പടിയാണ്. അതിൻ്റെ കൽപ്പന ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകളും മറ്റുകളുടെ കൽപ്പന ഏകദേശം 632 പ്രധാനപ്പെട്ട കൽപ്പനകളുണ്ട്. ഇതെല്ലാം അവണ്ണം തന്നെ ചെയ്താൽ അവർ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. എന്നാൽ അതിൽ കൂടെ സാധ്യമല്ല. ദൈവത്തിന് അറിയാം. ന്യായപ്രമാണം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? പാപത്തെ അകത്തു മറിഞ്ഞിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ സമ്പാദിച്ച പാപത്തെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പ്രമാണമില്ലാതിരിക്കുന്ന സമയത്ത്, നിയമമില്ലാതിരിക്കുന്ന സമയത്ത് ലംഘനമില്ല. നിയമമുണ്ടെങ്കിലല്ലേ ലംഘനമുള്ളൂ. ഇപ്പോൾ ട്രാഫിക്കിന്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ട്രാഫിക്കിന് ഹെൽമെറ്റ് വയ്ക്കണം. 2 വീലേഴ്സ് എല്ലാവരും 2 പേരും ഹെൽമെറ്റ് വയ്ക്കണം. 4 വീലർ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. നിയമമാണ്. നിയമമില്ലെങ്കിലോ ഹെൽമെറ്റും വേണ്ട, സീറ്റ് ബെൽറ്റും വേണ്ട, പണിഷ്മെന്റ് ഇല്ല. നിയമം വരുമ്പോഴാണ് നിയമത്തെ ലംഘിച്ചാൽ പണിഷ്മെന്റ്. അപ്പോൾ അകത്തിരിക്കുന്ന പാപത്തിന്റെ സ്വഭാവം ദൈവത്തിന് അറിയാം. ഇതിനെ ഒന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിന് ജയിപ്പാൻ മനുഷ്യൻ നിനക്ക് സാധ്യമല്ല.
ഇതിനു വേണ്ടി ഒരു പ്രായശ്ചിത്തം ആവശ്യമാണ് എന്നും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ലോ കൊടുത്തത്. റോമാലേഖനം 7-ാം അധ്യായത്തിന് 5-ാം വാക്യം ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതെന്നും മറ്റൊരു വളരെ ലളിതമായ ഒരു കാര്യം സ്ഥാപിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു വരുന്നത്. എന്നാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലപ്പോൾ 7-ാം അധ്യായത്തെ പൂർണ്ണമായിട്ട് വിവരിക്കുന്നുണ്ട്. പാപത്തിന് ശിക്ഷ കൊടുത്തല്ലാതെ ദൈവത്തിന് മനുഷ്യനോട് ക്ഷമിക്കുവാനോ പാപത്തിന് ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യുവാനോ സാധ്യമല്ല. അത് ഡിവൈൻ ജസ്റ്റിസിന്റെ ഡിമാൻഡാണ്. ഇത് ശരിക്കും ഒരു വിശ്വാസി മനസ്സിലാക്കുക. ഡിവൈൻ ജസ്റ്റിസിന്റെ ഡിമാൻഡ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ദൈവത്തിന് അതിന് ശിക്ഷ ഇളവ് ചെയ്യുവാനോ ക്ഷമിക്കുവാനോ സാധ്യമല്ല. അനേകരുടെ മിക്കവാറും വിശ്വാസികൾ പോലും വിശ്വാസം എന്ന് പറയുന്നത് ദൈവ സർവാധികാരിയാണല്ലോ, ദൈവ സർവത്തിന് മീതിയാണല്ലോ. അതുകൊണ്ട് അവന്റെ ഓർബിട്രറി ബില്ലിൽ അല്ലെങ്കിൽ സ്വേച്ഛ അധികാരത്തിൽ അവൻ എന്തും ചെയ്യാമെന്ന നോ നോ നോ. അവൻ ഈ ലോക്ക് വിധേയപ്പെട്ടവനാണ്. അവന്റെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരു ലോ ഉണ്ട്. ലോ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ലോ എന്താണ് ഈ ലോ? ദ ഗവേണിംഗ് പാർട്ട് അല്ലേ? ഒരു മനുഷ്യനെ ഒരു രാജ്യത്തെ ഭരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ലോ ഉണ്ട്, നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, ചിലത് ചെയ്യുന്നു, ചിലത് തെറ്റായി പോകുന്നു, ചിലത് ശരിയായി വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലും ഒരു ലോ ഉണ്ട്. ആ ലോയുടെ പ്രമാണമാണ് ദൈവം നമുക്ക് എക്സ്പോസ് ചെയ്തത്. പാപം ചെയ്ത് മരിക്കണം. ഈവൻ ദൈവം ആ ലോ ലംഘിച്ച ദൈവം പാപിയായി തീരുകയാണ്. അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തിക്കപ്പോൾ പെട്ടെന്ന് ദൈവത്തിനേക്കാൾ മേലെ ശിക്ഷ നടത്താൻ ആരുള്ളത്? ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ നോളജാണ്. ശരിക്കും മനസ്സിലാക്കി ഞാൻ വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഇതിലൂടെ ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അനേകർക്ക് വിശ്വാസം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ദൈവം അത് എക്സ്പോസ് ചെയ്തു. മനുഷ്യ, നിനക്ക് ഈ പാപത്തെ ഓവർകം ചെയ്യുവാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ അകത്ത് പാപം എന്ന ശക്തി, പാപപ്രവൃത്തിയല്ല, പാപം എന്ന ശക്തിയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. അതിനെ മനുഷ്യനെ അടിമപ്പെടുത്തി ആ മനുഷ്യനെ കൊണ്ട് തൻ്റെ മോഹങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ദൈവം തന്നെ, ലോ ഗിവർ തന്നെ, നിയമദാതാവ് തന്നെ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി. ഞാനിത് എല്ലാ ക്ലാസ്സുകളിൽ പറയാം. നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ പറയാം. കാരണം മിക്കവരുടെ പേരും വിശ്വാസം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ പാപത്തിൻ്റെ ശരീരത്തിൽ ആ ശിക്ഷ ഏക മനുഷ്യനാലാണ് പാപം വന്നത്. അതിൻ്റെ കോൺസിക്വൻസ് ആണ് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ പാപമില്ലാത്തവനായി, ന്യായപ്രമാണത്തിൽ ലോയ്ക്ക് കീഴുള്ളവനായിട്ട് തന്നെ, ഗലാത്യ ലേഖനം 4:4 സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ദൈവം തന്നെ പരിശുദ്ധാത്മാവിന്, അതായത് മോശയ്ക്ക് മുൾപ്പറപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ, ഇസ്രായേലിൽ സീനാൻ മലയിൽ വെളിപ്പെട്ടവൻ, അവൻ തന്നെ ലൂസിഫർ സംഘത്തിൽ ശിക്ഷ വിധിച്ചവൻ, ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നവൻ തന്നെ, അബ്രാമിന്റെ മാമരയുടെ തോപ്പിൽ വെളിപ്പെട്ടവൻ തന്നെ, മനോഹയുടെ അടുത്ത് ഇറങ്ങി വന്നവൻ തന്നെ, മറിയുടെ ഉദരത്തിൽ അവതരിക്കുന്നതിൽ ഉരുവാകുന്നത് എങ്ങനെ? ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട്. സ്തോത്രം. അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും പലതും ചിന്തിക്കാനുണ്ട്. ഈ ക്രൂശിക്കപ്പെട്ടവന് ക്രിസ്തുവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മാർഗത, അല്ലെങ്കിൽ എന്താണ് ഈ കഷ്ടത, ഇതൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് വേറെ സബ്ജക്റ്റാണ്. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായിട്ട്, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് മാനവജാതിക്ക് വേണ്ടി താൻ മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കുമെന്ന് സിംബോളിക്കായിട്ട് തൻ്റെ സ്നാനത്തിൽ അവൻ കാണിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ? ദൈവഹിതം താൻ അനുസരിപ്പാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. സ്തോത്രം. അവിടെ നിന്നും പാപത്തിൻ്റെ ശിക്ഷ, ശരിക്കും മനസ്സിലാക്കുക, പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ, പ്രാണനും ആത്മാവിനും, ഇത് അവൻ്റേതല്ല, മനുഷ്യൻ്റെ മേലുള്ള പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിനും ഏറ്റെടുത്ത്. ഇതാണ് 2 കൊരിന്ത്യൻസ് 5:21 പറയുന്നത്. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. ആ പാപത്തിൻ്റെ ശിക്ഷ, ദൈവക്രോധമാണ് കാൽവരിയുടെ യാഗപീഠത്തിൽ കാണുന്നത്. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട്
ഒരുത്തരും ലഭിച്ചില്ല. മാനവജാതി കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെല്ലാം തന്നെ ഒരു ലോയുണ്ട്. നിങ്ങളെ ദൈവം ഭൂമിയിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിനായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചു, പക്ഷെ ദൈവമാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു അവസരം തന്നതും നിങ്ങൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. ദൈവം തന്നെയാണ് നിങ്ങളുടെ ഒരു മനുഷ്യാത്മാവിന് തന്നിരിക്കുന്നത്. അതിൻ്റെ ആഗ്രഹം ദൈവത്തോട് ചേരുവാനാണ്. സ്തോത്രം. അപ്പോൾ ആ ശിക്ഷയെ തൻ്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് തൻ്റെ ശരീരം കൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും ദുഷ്ടമനുഷ്യൻ പോകുന്ന പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു, അല്ലെങ്കിൽ മരണം അനുഭവിച്ചു എന്നാണ് ഹെബ്രായ ലേഖനം 2:9 എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഉയർത്തെഴുന്നതിന് ശേഷം, അവൻ്റെ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ദൈവം പരസ്യമായിട്ടൊരു കാര്യം ഡിക്ലെയർ ചെയ്യണം. അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അവനെ വിശ്വസിക്കുന്നവനെ സൗജന്യമായിട്ട് നീതീകരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ മാപ്പൊക്കെ വെച്ച് ചില കാര്യം പറയാൻ പോകുന്നത്, വിശ്വസിക്കുന്നവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഒരു കാദേശ് ബർന്നയിൽ നിന്ന് നമ്മൾ 21-ാം സങ്കീർത്തനം വായിച്ചാൽ, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം വനത്തെ തോലുരിക്കുന്നു, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുങ്ങുമാറാക്കുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം നടുങ്ങിയൊരു വിഷയമായിരുന്നു. ഇന്ന് കേൾക്കുന്ന നമുക്കും അതൊരു നടുക്കമുണ്ടാകണം. എന്താ? പ്രോമിസ്ഡ് ലാൻഡിലേക്ക് പോയിക്കൊള്ളാം. നിങ്ങൾ ഭയപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട. നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് പറയുമ്പോഴാണ് അവരൊന്നൊരു ആലോചന പറയുന്നത്. നമ്മൾ ചിലർ പോയി അന്വേഷിച്ച് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വചനങ്ങൾ എടുത്ത് വായിച്ചത് കൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾ എടുത്ത് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോശ അംഗീകരിച്ചു. സംഖ്യാപുസ്തകത്തിൽ വായിക്കുമ്പോൾ യഹോവ അരുളിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും, എല്ലാ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ ശ്രേഷ്ഠന്മാരെ തന്നെ അയച്ചു. അവർ വന്നിട്ടാണ് തിരിച്ചു വന്നപ്പോൾ ഈ ബിരുത്ത വാക്കുകൾ പറയുന്നത്. എല്ലാവരും ധൈര്യം ചെയ്യിച്ചു. എന്താ? വിശ്വാസമായി പരിണമിച്ചില്ല. ഇവിടെയൊക്കെ മന്ന തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇത് സംഭവിക്കുന്നത്, ഇന്നും വിശ്വാസികൾക്ക് വിശ്വാസം ലഭിക്കാത്തതിൻ്റെ കാരണം മന്നയല്ല ഭക്ഷിക്കുന്നത്. എന്താണ് ഈ മന്ന ഭക്ഷിക്കുന്ന രീതിയിൽ ശരിയായിട്ട് പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവർക്കൂട്ട് ഇതിൻ്റെ അനുഭവമില്ല. വെറുതെ ബുദ്ധിക്കകത്ത് ഡോക്ടറേറ്റ് എടുത്ത് കയറി തിയറി പ്രസംഗിക്കുകയാണ്, ഐഡിയോളജികൾ പ്രസംഗിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി അനുഭവിച്ച് വേണം പ്രസംഗിക്കാൻ. മന്ന ഡെയിലി അവർക്ക് യോർദാൻ കടന്ന് പ്രോമിസ്ഡ് ലാൻഡ് കൃഷി ചെയ്ത് ആദ്യ വിളവെടുക്കുന്നത് വരേക്കും മന്ന, നോൺ സ്റ്റോപ്പ് മന്ന, ഡേ ബൈ ഡേ, അതാത് ദിവസത്തിനുള്ളത്. ശബത്തിന്റെ തലേന്ന് മാത്രം 2 ദിവസത്തിനുള്ളത് കിട്ടും. ആ മന്ന സ്വർഗീയ മന്നന്മാരുടെ ആഹാരമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, പിതാക്കന്മാർ മന്ന തിന്നിട്ട് മരിച്ചുപോയി, ഇത് തിന്നുന്നവരെ മരിക്കുകയില്ല. ഇതൊന്ന് അനുഭവിക്കണം. ഇത് അനുഭവിക്കാത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ മനുഷ്യൻ എന്തായി പറയുന്നത്? അനേകർ പറയും ദൈവവചനമാണ് മന്ന എന്ന്. വചനം ക്രിസ്തു ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പഠിച്ചല്ലോ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയേണ്ടതിന് പ്രാപ്തരാകുക. നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ ഞങ്ങളെയും കൂടി ഒന്ന് പ്രാപ്തരാക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ മന്ന തിന്നാൽ, അതായത് ഉയർത്തെന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തി നിങ്ങൾ അനുഭവിച്ചാൽ, അവിടെ പേര് നിങ്ങൾക്ക് ഭയമില്ല, ഒന്നിനെക്കുറിച്ച് ഭയമില്ല. പിന്നെ നിങ്ങൾക്ക് മരണത്തെ ഭയമില്ല. നിങ്ങൾ മരണത്തെ ജയിച്ച കാരണം ആരാ? ഈ പുനരുദ്ധാന ശക്തി എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തു തന്നെ, ഉയർത്തെഴുന്നേറ്റവൻ, മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, സൈത്താനെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ. അവനാ നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. അവനെക്കുറിച്ചുള്ള നോളജ് നിങ്ങളുടെ തലയ്ക്കായി തരുന്നാൽ, പരിശോധന ഇല്ലെങ്കിൽ കുഴപ്പമെന്നാൽ ആ നോളജ് വളരെ സ്ട്രോങ്, നല്ലവണ്ണം കൈയടിച്ച് തകർത്ത് ആരാധിക്കാം. എപ്പോഴെങ്കിലും പ്രതികൂല ഒരു സാഹചര്യം വന്നാൽ, കർത്താവേ നീ എന്ത്, പിന്നെ സേറ്റാനിട്ട് ലെഫ്റ്റ് റൈറ്റ് അടിക്കും. എന്താണെന്നറിയാം? അകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ
ജെറീക്കോ കടക്കുന്നത്, ജോർദാൻ കടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതായത് സ്വയത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിക്ക് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നു. എന്താണ് ക്രിസ്തു ചെയ്തതിൻ്റെ അടിസ്ഥാന കാര്യം, എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മന്ന ഭക്ഷിക്കുന്നതൊക്കെ പറയുമ്പോൾ ഒരു സിംബോളിക്കൽ ലാംഗ്വേജ് പോലെ തോന്നും. ഈ മനുഷ്യൻ എന്തായി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ഗ്രഹിക്കുന്നില്ല. വളരെ ലളിതമായ ലാംഗ്വേജിൽ ദൈവം തന്നെ പറഞ്ഞ കാര്യം നമുക്ക് വളരെ വ്യക്തമായി. അപ്പം ഇപ്പം ഇത്ര നേരം സംസാരിച്ചതെന്നും യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്താ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് റോമാലേഖനത്തിൽ നേരിട്ട് പോയി ചിന്തിക്കാം. നമ്മൾ പല പ്രാവശ്യം റോമാലേഖനം പ്രത്യേകിച്ചെടുത്ത് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പഠിച്ചിട്ടുള്ളവരാണ്. വളരെ നാളുകളെടുത്ത് അതിൻ്റെയൊക്കെയും ക്ലാസ്സുകൾ ഈ ചാനലിലുണ്ട്. എന്താണ് നമുക്ക് വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്നത് ശരിക്കൊന്ന് മനസ്സിലാക്കാം. എന്നാലേ നിങ്ങൾക്ക് ഈ പുനരുദ്ധാന ശക്തിയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോർദാൻ കടക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ജഡത്തിന് മരിക്കാൻ പറ്റുള്ളൂ. മരുഭൂമിയിൽ നമുക്ക് എന്തുണ്ട്? നല്ലവണ്ണം അവർക്ക് ഇസ്രായേലിന് മരുഭൂമിയിൽ മന്ന കൊടുത്തു. 6 യോഹന്നാൻ 6 അധ്യായത്തിൽ അവർ അപ്പം തിന്നാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ പുറകെ കിടന്ന് നടന്നത്. കർത്താവിനോട് പറഞ്ഞു, നീ എന്താ അടയാളം കാണിച്ചിരുന്നത്? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നീ എന്താ തരുന്നേ? നിന്റെ അടുത്ത് വല്ലതുണ്ടോ? ഇന്നലെ 2 ദിവസം മുമ്പ് അപ്പം നിന്ന് തൃപ്തി വന്നവരാ. സ്തോത്രം. കർത്താവ് ഒരു മനുഷ്യന്റെ അവസ്ഥ നല്ലവണ്ണം അറിയാം, നമ്മുടെ അവസ്ഥയും അറിയാം. അപ്പൊ പാപമാണ് സകലത്തിന്റെയും സകല പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാര്യമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. ഏദൻ തോട്ടത്തില് ഫസ്റ്റ് മാൻ ആദാം ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ. ആ പൊടിയിലേക്ക് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യന്റെ നല്ലൊരു അവസ്ഥയും അതിനുശേഷം വീണതിന് ശേഷമുള്ള അവസ്ഥയും വളരെ വ്യക്തമായിട്ട് ആദാമിനെ അറിയാം, ഹവ്വയ്ക്കും അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. ഏത് തോട്ടത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആദാമേ, നീ എവിടെ? കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിന്നരുത് വൃക്ഷഫലം നീ തിന്നോ? നീ കൂടുതലിരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവളോട് ചോദിച്ചു, പാമ്പിനെ വഞ്ചിച്ചു, കഥയെല്ലാം പറഞ്ഞു. ഈ തോട്ടത്തിൽ വന്നിട്ട് ആദാമേ, നീ എവിടെയെന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറയാണ്. ആ സമയത്ത് പറയാണ്, നീ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അല്ലെങ്കിൽ ഏത് തോട്ടത്തിലേക്ക് നിനക്ക് വീണ്ടും പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നീ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ വീണ്ടും നിനക്ക് ഞാനുമായിട്ട് നിരപ്പ് പ്രാപിപ്പാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥലമായിരിക്കുന്ന ഏതെങ്കിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ആദാമിന് അവന്റെ പൂർവിക അവസ്ഥ, അതായത് ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യമായിരുന്ന അവസ്ഥ നല്ലവണ്ണം അറിയാം, 100% അറിയാം. നമുക്കറിയില്ല. വീണതിന് ശേഷമുള്ള അവസ്ഥ വളരെ വ്യക്തമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ആ സമയത്ത് ആദാമിനോട് പറയാണ്, നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ മാത്രമേ നിനക്ക് ഞാനുമായിട്ടൊരു കൂട്ടായ്മ, ഞാനുമായിട്ട് റീകൺസിലേഷൻ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാര് 5 ദിവസത്തിൽ ഞങ്ങൾ വെള്ളം തെളിച്ചിട്ടുള്ളതാ, 59-ാം ദിവസം ഞങ്ങൾ വെള്ളം തെളിച്ച് അന്ന് ഞങ്ങൾ അങ്ങനെ പുനർജന്മം പ്രാപിച്ചിട്ടുള്ളതാ, നിങ്ങളിതൊന്നും പഠിപ്പിക്കേണ്ട പറയുമായിരുന്നോ? അതവന് പറയാൻ പറ്റുമോ? അവനറിയാം ഡിഫറൻസ് എന്താ, നമുക്കറിയില്ല. ഇതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശരിക്കും ഗ്രഹിക്കുന്നത്. എന്താണ് ആദാമിന് നഷ്ടപ്പെട്ടത്? ദൈവ തേജസ്. ഇത് കിട്ടണമെങ്കിൽ ദൈവ തേജസ് തന്നെ അകത്ത് വരണം. അപ്പോൾ ആ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് എന്തിനെ സ്വീകരിച്ചത്? സെൽഫിനെ, സ്വയത്തെ. ദൈവത്തെ കൂടാതെ വാഴ. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വിശ്വാസിയായാലും പാസ്റ്റർമാരായിരുന്നാലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ വാഴണം, ക്രിസ്തുവിനെ കൂടാതെ വാഴണം എന്ന് തന്നെയാണ്. ഇത് നമ്മുടെ നേച്ചറാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ അറിയാൻ പറ്റും. ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖം വെക്കുന്നതും ഈ ഇടുക്കുമുള്ള വാതിൽ ഞെരുക്കുമുള്ള വഴി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്തുവാനല്ല, കൊല്ലുവാനല്ല. ഈ കാദേശ് മരുമേൽ കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? ദൈവം നമ്മളെ പകയ്ക്കുന്നത് കൊണ്ട് നമ്മളെ അവിടെ കടത്തിയിട്ട് കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്
ദൈവം നമ്മുടെ മിസ്രദേശത്ത് നിന്ന് കൊണ്ടുവന്നെന്ന്. മന്ന തിന്നവരാ. അന്ന് രാവിലെ മന്ന അടിച്ചിട്ടാണ്, മന്ന തിന്നിട്ടാ ദേശം ഉച്ചു നോക്കാൻ പോയത്. അവർ പറയാ ദൈവം നമ്മളെ പകയ്ക്കുന്നത് കൊണ്ട് നമ്മളെ കൊന്നുകളയുവാൻ മിസ്രദേശത്ത് നിന്ന് കൊണ്ടുവന്നു. ഇതേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എപ്പോഴെന്നറിയാമോ? തീച്ചൂളയുടെ ശോധനകൾ വരുന്ന സമയത്ത്. നിങ്ങൾ ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ ഞങ്ങൾ അനുസരിച്ച് ഞങ്ങളെ രോഗത്തിൽ കൂടെ ദാരിദ്ര്യത്തിൽ കൂടെ കൊന്നു കളയാനാണോ? ഇതിനു വേണ്ടിയാണോ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാണത്യാഗം ചെയ്തത്? ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാനാണ് ഞാൻ ഈ റോമാലേഖനത്തിൽ എന്താ ഈ 24, 25, 26 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കുക. ഇതിലേക്കാണ് ഞാൻ ഇത്രയും സമയം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ചെയ്തെന്താണെന്ന് പറഞ്ഞു? പാപത്തിന് പരിഹാരം. പാപമാണ് മനുഷ്യന്, ഒന്നാം മനുഷ്യനായ ആദമിന്റെ പാപത്തിന്റെ കോൺസിക്വൻസസ് ആണ് അവന്റെ തലമുറകൾ അനുഭവിക്കുന്നത്. അതിന്റെ ശിക്ഷ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് അവന്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിനെയും ഏറ്റെടുത്ത് അവർക്ക് പകരക്കാരനെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു ഓഫർ തരികയാണ്. വിശ്വസിക്കുന്നവനെ ഞാൻ സൗജന്യമായി നീതീകരിക്കാം. അതാണ് 24 വാക്യത്തിൽ പറയുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്താണ് നീതീകരിക്കപ്പെടുക എന്ന് ശരിക്കും മനസ്സിലാക്കാൻ ലളിതമായ ഭാഷയിൽ ഞാൻ പറയുകയാണ്. നിങ്ങളെ ഒരു കാലത്തും പാപം ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിൽ പരിഗണിക്കുക. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിൽ. എപ്പോൾ? വിശ്വസിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക്. ഏതൊരു ഗവൺമെന്റ്, ഹ്യൂമൻ ഗവൺമെന്റ് ആയാലും ഡിവൈൻ ഗവൺമെന്റ് ആയാലും എല്ലാത്തിനും ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാന റൂൾസ് എന്താണ്? തെറ്റ് ചെയ്യുന്നവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. അനുസരിക്കുന്നവന് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ ശക്തിക്കും ബലത്തിനും എല്ലാ വിധത്തിലും ആ പൗരന്മാരെ സംരക്ഷിക്കണം. ഇത് നിയമത്തിന്റെ അടിസ്ഥാനമാണ്. തെറ്റ് ചെയ്തവനെ മറ്റുള്ള പ്രജകൾക്കും ബോധ്യം വരത്തക്കവണ്ണം മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. അനുസരിക്കുന്നവനെ ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച്, ആ രാജ്യത്തിന്റെ ശക്തിക്കനുസരിച്ച്, അധികാരത്തിനനുസരിച്ച് കൊണ്ട് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കാതല്ല വേണം, വിശ്വസിക്കുന്നവനെ ഒരു കാലത്തും, യേശുക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നമ്മെയും പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് കണക്കിടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതി പ്രവർത്തികളല്ല നമ്മുടെ റൈഷ്യസ്നെസ്, ക്രിസ്തുവിലുള്ള വിശ്വാസം. ശരിക്കും മനസ്സിലാക്കുക, ക്രിസ്തുവിലുള്ള ആശ്രയം. അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. നീ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഡിവൈൻ ഗവൺമെന്റ് നിന്നെ കണക്കിടുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ട്. എന്ന് പറയുന്നത് നിന്റെ മേലെ ശിക്ഷ ഇല്ല. ഡിവൈൻ ജസ്റ്റിസിന്റെ, ഡിവൈൻ ഗവൺമെന്റിന്റെ അധികാരം ശക്തിക്ക് ഒത്തവണ്ണം നിനക്ക് സംരക്ഷണം തരേണ്ടത് ഡിവൈൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് നിനക്ക് പരിപാലകന്മാരായിട്ട്, കാവൽക്കാരായിട്ട് ദൂതന്മാർ തന്നിരിക്കുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കുക. ഇത് ശരിക്കും മനസ്സിലായാലേ നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ദാരിദ്ര്യം കടന്നു പോന്നു, ക്ഷാമാവസ്ഥ കടന്നു വന്നു, പണത്തിന് ബുദ്ധിമുട്ട് കടന്നു വന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇതിൽ നിന്ന്, ഈ വാക്യത്തിൽ എന്താ മനസ്സിലാക്കുന്നത്? എന്റെ പിതാവ്, വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത്, ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്. നിന്റെ സമീപത്ത് ഒരു ദാരിദ്ര്യ അവസ്ഥ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യം കൊണ്ട് നിന്നെ കൊല്ലുവാനല്ല, നിന്റെ ബലഹീനത ആ അവസ്ഥയിൽ നിനക്ക് വെളിപ്പെടുത്തി തരുവാനാണ് നിന്റെ മുമ്പിൽ. നീ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുമോ? നിന്റെ പിതാവ് നിനക്ക് ആവശ്യമുള്ളത് ഏറ്റവും നല്ലതെന്ന് കണ്ടുകൊണ്ട് തരുവാൻ കഴിവുള്ളവനാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും. ക്രൂശിലെ യാഗത്തിൽ വെളിപ്പെടുത്തി തന്നിട്ട്
നിനക്ക് യോഗ്യത ഉണ്ടായതുകൊണ്ടല്ല, നീ ശിക്ഷാർഹനാണ്. എന്നിരിക്കലും നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ മേലുള്ള ശിക്ഷ അവൻ സ്വമേധയാ തന്നിൽ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് പകരമായി മരിച്ചുവെങ്കിൽ ആ ദൈവം, ആ ഉയർത്തെഴുന്നേറ്റവൻ എനിക്ക് ആവശ്യമായത് തരും. അതുകൊണ്ട് ഞാൻ അവനെ മാത്രം ആശ്രയിക്കും. വീട് നിറയെ അത്യാവശ്യ ആഹാരമുണ്ട്, ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, വിശ്വസിക്കാൻ വലിയ സുഖമാണ്. പ്രസംഗിക്കാം, പുസ്തകങ്ങൾ എഴുതാം. പക്ഷെ റിയാലിറ്റി വരുമ്പോൾ ഞാൻ നല്ലവണ്ണം അനുഭവിച്ചിട്ടുള്ളവനാണ്. റിയാലിറ്റി വരുമ്പോൾ നീ ആരിൽ ആശ്രയിക്കും? എത്രത്തോളം ആശ്രയിക്കും? നിനക്ക് സഹിക്കാൻ കഴിവുള്ളതിനും അധികം കവിഞ്ഞു പോകാതെ പരീക്ഷയോടുകൂടെ നീക്കുപോക്കുണ്ട്. നിനക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റുമെന്ന് നിന്നെ സൃഷ്ടിച്ചവരായ ദൈവത്തിന് അറിയാം. നിന്റെ ബലഹീനത നല്ലതറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ബലഹീനത കവിഞ്ഞു വരുന്നതിന്റെ കൃപ മതി. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുമ്പോൾ ദൈവം പരസ്യമായിട്ട് തിരികെ. അപ്പൊ വിശ്വസിക്കുന്നവന് ദൈവം എങ്ങനെ കണക്കിടുന്നത്? സൗജന്യമായിട്ട് ദൈവത്തിന്റെ കൂടെ നിൽപ്പാൻ ക്വാളിഫൈഡ് ആണെന്ന്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിങ്ങളുടെ പ്രവൃത്തിയാലല്ല നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പോകാതെ ക്രിസ്തു ക്രൂശിൽ നേടിയ ജയത്തിന്റെ പങ്കാളികളാണ്. മരണത്തെ ജയിച്ച ജയത്തിന്റെ പങ്കാളിയാണ്. പാതാളത്തെ ജയിച്ച ജയത്തിന്റെ പങ്കാളിയാണ്. ശേറ്റാനെ ജയിച്ച ജയത്തിന്റെ പങ്കാളിയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ പറഞ്ഞ് വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യ കോലമാക്കിയതിന്റെ ജയത്തിന്റെ പങ്കാളികളാണ്. ലോകത്തെ ജയിച്ചതിന്റെ ജയത്തിന്റെ പങ്കാളികളാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളതിന്റെ പങ്കാളികളാണ്. ഇതാ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ക്രൂശ് നമ്മുടെ ജയമാണെന്ന് പറയുന്നത്. ഇന്നിപ്പോ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ വഴി നീളെ കാവ്യവസ്ത്രം എടുത്ത് മലയാറ്റൂർക്ക് പോകുന്നവരെ കാണാം. ഈ ഹൈവേയുടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നത്. ശബരിമലയ്ക്ക് കറുത്ത തുണി തലയിൽ കെട്ടിപ്പിച്ച് പോകുന്നവരെയാണ് കുരിശും പിടിച്ച് കാവ്യവസ്ത്രം പിടിച്ച് മലയാറ്റൂർക്ക് പോകുന്നത്. വഴിനീളെ കുരിശിന്റെ വഴി എന്നും പറഞ്ഞുകൊണ്ട് നല്ല മൈക്രോഫോൺ വെച്ചിട്ട് പാട്ട് കേട്ട് ഞങ്ങൾ കണ്ണീരൊഴിയും. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ പ്രാർത്ഥനയും മറിയത്തോടുള്ളൊരു പ്രാർത്ഥനയും. ദൈവം എന്താ പറയുന്നത്? ഈ ജനം വൃഥ, എൻ്റെ ഹൃദയം എന്നോട് അകന്നിരിക്കുന്നു. മാനുഷ്യ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇവർ വ്യർത്ഥമായിട്ട് വച്ചിരിക്കുന്നു. ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത്? നിന്റെ പാപമാണ് നിന്നെ ഇതയാക്കിയിരിക്കുന്നത്. അതിന് വേറെ സൊല്യൂഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഭൂലോകത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുവരിൽ നിന്ന് മാനവജാതി മുഴുവൻ ഉളവാക്കി. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്നറിയേണ്ടതിന് അവൾക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. മനുഷ്യൻ അന്വേഷിച്ച് പോയതാ. മറിയെ വേറൊരു മീഡിയേറ്റർ ആക്കി, വേറൊരു ട്രിനിറ്റി കൊണ്ടുവന്നു. തവള, പാമ്പ്, എങ്ങനെപ്പെട്ട സകലവിധ മൃഗജാതികൾ ദൈവങ്ങളാക്കി ഓരോരുത്തരും തപ്പി നോക്കി കണ്ടെത്തിയതാ. ദൈവവചനത്തിൽ വളരെ പച്ചയായിട്ട് പറഞ്ഞിരിക്കുക, യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിച്ച നിന്നെ ദൈവം സൗജന്യമായിട്ട് നീതീകരിക്കുകയാണ്. ക്രൂശിൽ നേടിയ ജയത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് നിന്നെ പരിഗണിക്കുന്നു. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം പെർഫെക്റ്റ് ആവുന്നുള്ളൂ. ഇത് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റുന്നത്, പരിശോധനകളിൽ നാം ആരെ ആശ്രയിക്കുന്നു. പരിശോധനകളിൽ നാം ആരെ ആശ്രയിക്കുന്നു. ഇസ്രായേൽ എന്തുകൊണ്ടാണ്, ഞാൻ മാപ്പ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ എന്തുകൊണ്ടായിരുന്നു കാദേശ് ബർന്നയിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നത്? അവിശ്വാസം. ആ നിഴല് നമുക്ക് അടയാളമായിട്ട് നിൽക്കുമ്പോൾ പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുകയാണ്. അവന്റെ കൃപയാൽ സൗജന്യമായിട്ട് ഞാൻ നിന്നെ നീതീകരിക്കുക. നീതീകരിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം ശരിക്കൊന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് റൈഷ്യസ്? നിങ്ങൾ ഗൂഗിളിലോ AI-യിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. സിമ്പിൾ മീനിങ് എന്താ? റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗാഡ്. ദൈവരാജ്യത്തിന്റെ ശക്തിക്കും അധികാരത്തിനും ബലത്തിനും ഒത്തവണ്ണം അവരെ വിശ്വസിക്കുക. ആ രാജ്യത്തിന്റെ പ്രജയായിട്ട് നിങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടി ദൈവത്തിൻ്റെതാണ്.
ക്രൂശ് പരാജയമല്ല, ക്രൂശ് വിജയമാണ്. ലോകത്തിന്മേൽ ജയം, മരണത്തിന്മേൽ ജയം. കാരണം മരണത്തിന്റെ ബേസിസ് എന്തായിരുന്നു? പാപം. പാപത്തെ ന്യൂട്രലൈസ് ചെയ്തു, പാപത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. പിന്നെ പാപം എവിടെ? വിശ്വസിക്കുന്നവന് പാപത്തിന് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയും അവനിൽ വിശ്വസിക്കാതെ നമ്മുടെ റൈഷ്യസ്നെസ്സിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്കും എൻ്റെ പ്രാർത്ഥന. ഇന്നൊരു ദേവദാസൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കേട്ടിരുന്നു. ചർച്ച് ലൈഫ്ലെസ് ആയി തീർന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് സൊല്യൂഷൻ എന്താണ്? പ്രാർത്ഥന. ചർച്ചിൽ നിന്ന് ലൈഫ് നഷ്ടപ്പെട്ടു. ദൈവവചനം എന്താ പറയുന്നത്? പ്രാർത്ഥിക്കാനാണോ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടത്, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ലഭിക്കേണ്ടതിനും ഈ യോഹന്നാൻ ലേഖനം സുവിശേഷം മുഴുവൻ എഴുതിയിരിക്കുന്നത്. ലവോദിക്ക സഭയുടെ ദൂത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ തരുവാൻ എനിക്ക് ഒന്നിനും മുട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദരിദ്രനും കുരുടനും നഗ്നനുമായിരിക്കാൻ നിന്നെ കണ്ണു തുറക്കാൻ നീ ലേപം വാങ്ങിക്കുക, എന്നോട് വിലയ്ക്ക് വാങ്ങാം, നീ വസ്ത്രം വിലയ്ക്ക് വാങ്ങാം. അതായത് നിനക്ക് രക്ഷ സൗജന്യമായിട്ട് കിട്ടിയതാ, നീ അത് പിന്നീട് കൊണ്ട് നഷ്ടപ്പെടുത്തി. ലവോദിക്ക സഭ കാലഘട്ടത്തിൽ ക്രിസ്തു വാതിലിന് പുറത്താ. ലവോദിക്ക സഭയുടെ ദൂത് ചർച്ചിനുള്ളതാണ്, ലോകജാതികൾക്കുള്ളതല്ല. കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ലോകജാതികൾക്ക് എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ വാതിൽ മുട്ടുന്നു പറയും. ചർച്ചിനോടെ മുട്ടുന്നത് ക്രിസ്തു പുറത്താ. ഇപ്പൊ ജീവൻ ആരിലുള്ളത്? ക്രിസ്തുവിലുള്ളത്. അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ജീവൻ, പ്രാർത്ഥനയല്ല. ഞാൻ ഈ ഉപദേശങ്ങളുടെ ഒരു ചെറിയ നേക്കൾ പറയാണ്. എങ്ങനെയാ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ശരിയാ, പിറ്റേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വചനം വിട്ട് എന്തും ചെയ്യാൻ കർത്താവിന് സാധ്യമല്ല. അവസാനം എന്താവും? അവന്റെ വിശ്വാസം കൊളാപ്സ് ആകും. ഞാൻ പ്രാർത്ഥിച്ചു, ദേവദാസിനെ കൂടെ കേട്ട പ്രസംഗം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ബോസിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, മണിക്കൂറുകൾ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ജീവന് കിട്ടുന്നില്ല. വചനം എന്താ പറയുന്നത്? എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. വിശ്വസിച്ചിട്ട് സൗജന്യമായ നീതീകരണം. വിശ്വാസമാണ് ബൈബിളിന്റെ ഡോക്ട്രിൻ. ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഈ റോമാ ലേഖനം നമ്മൾ പല പ്രാവശ്യം ഈ ഒരു അധ്യായം പല ക്ലാസ്സിലെടുത്തിട്ടുള്ളതാണ്. അവന്റെ കൃപയാൽ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ബൈ ഫെയ്ത്ത്. നിന്റെ ഡ്യൂട്ടി ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഏതൊരു പ്രതികൂലത്തിലും യഹോവയെ കുറ്റപ്പെടുത്താതെ, ചർച്ചിനെ കുറ്റപ്പെടുത്താതെ, മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ, റിലൈ ഓൺ ക്രൈസ്റ്റ്. ലോർഡ്, there is victory in you. നിന്റെ ക്രൂശ് എനിക്ക് ജയമാണ്, പരാജയമല്ല. നിന്നിൽ ജീവനുണ്ട്. നീ മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ. ആ പാതാളത്തെ മരണത്തെ ജയിച്ചവൻ എന്നിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന മരണത്തെ എനിക്ക് ജയിക്കണം. വേറെ വഴിയില്ല. അതാണ് പുനരുദ്ധാനം. ഈ മന്നത്തിൻ്റെ ഭക്ഷിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനരുദ്ധാന ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നത്. അതിക്ക് മുമ്പിൽ നിന്റെ സെൽഫ് ഒന്ന് വെളിപ്പെടുത്തണം. അതിനാ കഷ്ടത ക്രൂശ് തരുന്നത്. നിന്റെ സെൽഫിന്റെ ഇച്ഛ എന്താണ് ഞാൻ പറഞ്ഞത്? ലിവ് വിത്തൗട്ട് ഗാഡ്. ഇതാ ഏതൊത്തോട്ട് നമ്മൾ സമ്പാദിച്ചത്. അതിനെ നാം തന്നെ പുറത്ത് കളയണം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ എത്ര പ്രസംഗിച്ചാലും ഇത് നിങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞല്ലാതെ, മന്ന ഭക്ഷിക്കുന്ന രീതി അനുഭവിച്ചറിഞ്ഞല്ലാതെ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മുഖാന്തരം ലഭിക്കുന്ന നീതീകരണം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞല്ലാതെ നിങ്ങൾ സെൽഫിൽ ആശ്രയിക്കാൻ തുടങ്ങും. നോ. റിലൈ ഓൺ ക്രൈസ്റ്റ്. ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തു. അതാ നിങ്ങൾ പുതിയ നിയമത്തിന്റെ ഉടമ്പടി. അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിന്റെ ഉടമ്പടി, പുതിയ നിയമത്തിന്റെ രക്തം. ഇസ്രായേലിന്റെ മേല് ആട്ടുകൊറ്റന്മാരുടെ രക്തമാണ് തെളിച്ചത്. നമ്മുടെ തോളിമേ തെളിക്കുന്നത് നമുക്ക് വേണ്ടി പാപ പരിഹാരമായി തീർന്ന ക്രിസ്തുവിന്റെ രക്തം. അവനുമായിട്ടുള്ള പേഴ്സണൽ ഉടമ്പടിയാണ്. എന്താ? ഞാൻ നിന്നെ അനുസരിച്ച് നടന്നുകൊള്ളാം. നിന്നെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഓ കർത്താവേ, സ്തോത്രം സ്തോത്രം.
പറയാൻ വേണ്ടി മാത്രമല്ല, ഒബീഡിയൻസ് തികഞ്ഞു വരിക. നിന്നിൽ പാപം വരുന്നോടത്തോളം ആ പാപമാണ് അതിൻ്റെ മോഹത്തെ നിവർത്തിക്കത്തക്കോടെ നിന്നെ അടിമയാക്കി പാപപ്രവൃത്തികൾ ചെയ്യിപ്പിച്ചത്. എന്ന് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ആ പാപം നിർജീവമാകുകയാണ്. ആ പാപത്തിന്റെ ശിക്ഷ നടത്തി കഴിഞ്ഞു. പിന്നെ ക്രിസ്തുവിൽ നിനക്ക് തുടർന്ന് ജീവിക്കുവാൻ, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ആസ് ലോങ് ആസ് നിന്നിൽ ജഡമുള്ളിടത്തോളം അതിനെ ഓവർകം ചെയ്യാനാണ് നിനക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യകത. അതാണ് ഈ മഞ്ഞ ഭക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനും ലളിതമാക്കി പറയാൻ ദൈവം അനുവദിച്ച ലളിതമാക്കട്ടെ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഞാനൊരു ദാരിദ്ര്യത്തിൻ്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. അനേക കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മരുഭൂമി നിറയെ കഷ്ടത നിറഞ്ഞതാണ്. അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. അവിടെ അതിനെ ഉപേക്ഷിച്ച് ഡീത്രോൺ സെൽഫ്, എൻത്രോൺ ക്രൈസ്റ്റ്. നമ്മുടെ സെൽഫിനെ ഡിനൈ ചെയ്യുക, അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക. ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയാൻ രണ്ട് ഡിഫറൻസും. ഞാൻ പറഞ്ഞല്ലോ, ഏതും തോട്ടത്തിൽ ആദാമിന് നല്ലവണ്ണം അറിയാമായിരുന്നു വീഴുന്നതിന് മുമ്പിലുള്ള അവസ്ഥ. വീണതിന് ശേഷം അവരുടെ അടുത്ത് ദൈവം എന്ന് പറയാണ്, നീ വീണ്ടും ജനനം പ്രാപിച്ചല്ലാതെ എന്നോട് നിരപ്പാൻ സാധ്യമല്ല. അവന് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? അവന് വേറെ എന്തെങ്കിലും പാരമ്പര്യം പറയാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും ആർഗ്യുമെന്റ് പറയാൻ പറ്റുമോ? അവന് രണ്ടവസ്ഥ നല്ലവണ്ണം അറിയാം. ഇതനുഭവിച്ചറിയുന്നതാണ് നമ്മുടെ വിജയം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ ക്രിസ്തു മുഖാന്തരം. ഇതാ സുവിശേഷം ഡിമാൻഡ് ചെയ്തത്. ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു പോകുന്നു. നിങ്ങൾക്ക് വചനം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇനിയും മുട്ടുമടക്കുക. ഈ റോമാലേഖനം 3:24, 25, 26 വാക്യങ്ങളൊന്ന് വായിക്കുക. കർത്താവേ, എന്താ നീ ഈ പറയുന്ന ഈ നീതീകരണം? ഇതെപ്പോഴാണ് നടക്കുന്നത്? എനിക്കൊന്ന് അനുഭവിച്ചറിയാൻ കൃപത്തായോ എന്നൊന്ന് പറഞ്ഞു നോക്ക്. ദൈവം നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. കൊല്ലുവാനല്ല നിങ്ങളെ കഷ്ടത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൊല്ലുവാനല്ല രോഗം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ബലഹീനത നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക. റിലൈ ഓൺ. മരണത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, പാപത്തെ നിർഭീരമാക്കിയവൻ, ശിക്ഷ അനുഭവിച്ചവൻ. ദൈവം നിങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ക്രിസ്തുവേശുള്ള വിശ്വാസത്തെ നീ സൗജന്യമായി നീതീകരിക്കുന്നതെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജനത്തിൽ അനുഭവിച്ചറിവത്തക്കോണം കർത്താവ് ഇടയാക്കിയാട്ടെ. നിന്റെ സ്നേഹത്തെ ക്രൂശിൽ നീ പ്രദർശിപ്പിച്ചതാണ്. അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുന്നില്ല. നിന്റെ വിശ്വസ്തതയ്ക്ക് ഈ ഭൂമിയും സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും ഇന്നും സാക്ഷ്യം പറയുന്നു. നീ വിശ്വസ്തൻ തന്നെ. നിന്റെ നാമം മഹത്വപ്പെടുമാറ്. ഈ ശബ്ദം കേൾക്കുന്ന ജനത്തോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഈ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നീ തിരഞ്ഞെടുത്ത അബ്രാഹാമിന്റെ സന്തതി എന്ന് ഓർത്ത് നിന്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.